അടുത്തിടെയുണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളിൽ തകർന്ന ഇറാനിലെ പ്രമുഖ ആണവ മിസൈൽ കേന്ദ്രങ്ങളിൽ വീണ്ടും വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നത് പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ CNN-ഉം പ്രമുഖ സ്വതന്ത്ര പ്രതിരോധ വിദഗ്ധനും സംയുക്തമായി നടത്തിയ വിശകലനങ്ങളിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഇരുവിഭാഗവും തമ്മിൽ തുടരുന്ന അതീവ ദുർബലമായ വെടിനിർത്തൽ ധാരണകൾക്കിടയിലാണ് ഈ സംഭവങ്ങൾ എന്നതുകൊണ്ട് തന്നെ രാജ്യാന്തര സമൂഹം ഈ നീക്കങ്ങളെ കടുത്ത ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. യുദ്ധത്തിൽ തകർന്ന തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ അതിവേഗം പുനർനിർമ്മിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകാനുമാണ് തെഹ്റാൻ ശ്രമിക്കുന്നത്. പർച്ചിൻ സൈനിക സമുച്ചയത്തിലാണ് ഏറ്റവും പ്രകടമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇറാന്റെ മുൻകാല ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേന്ദ്രമാണിത് എന്നതിനാൽ ഇവിടെയുള്ള പുതിയ ചലനങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പർച്ചിന് പുറമെ അതീവ രഹസ്യ സ്വഭാവമുള്ളതും ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പിക്കാക്സ് മൗണ്ടൻ ആണവ നിലയത്തിന് സമീപവും സംശയാസ്പദമായ രീതിയിലുള്ള കനത്ത വാഹന നീക്കങ്ങളും സൈനിക സാന്നിധ്യവും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. വിമാനങ്ങളിൽ നിന്നോ മിസൈലുകളിൽ നിന്നോ ഉള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ തക്കവണ്ണം ഭൂഗർഭ ബങ്കറുകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ കേന്ദ്രങ്ങളിലെ പുതിയ ചലനങ്ങൾ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുടെ അടുത്ത ഘട്ടത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പുതിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു സംവാദത്തിനാണ് തിരികൊളുത്തിയിട്ടുള്ളത്. തങ്ങളുടെ ആണവ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഈയിടെ അന്താരാഷ്ട്ര സമൂഹവുമായി ഉണ്ടാക്കിയ നയതന്ത്രപരമായ പ്രതിബദ്ധതകൾ എത്രത്തോളം പാലിക്കുന്നു എന്നതിനെ കുറിച്ചുമുള്ള ഇറാന്റെ വിശ്വസ്തതയെ പാശ്ചാത്യ രാജ്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ആണവ കേന്ദ്രങ്ങൾ സജീവമാക്കുന്നത് സമാധാന ശ്രമങ്ങളെ പാടെ അട്ടിമറിക്കുമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വാദം. എന്നാൽ ഈ ആണവ മിസൈൽ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾ കേവലം അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കുക മാത്രമാണോ, അതോ ആണവ സാങ്കേതിക വിദ്യയുടെ വികസനവും മിസൈൽ ഉൽപാദനവും പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ നിഗൂഢമായി തുടരുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോഴും ഇത്തരം കേന്ദ്രങ്ങളിലെ നിർമ്മാണം തുടരുന്നത് പശ്ചിമേഷ്യയിലെ നയതന്ത്ര അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്താതെയും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെയും ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തെഹ്റാൻ തയ്യാറല്ലെന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണിത്. US ഭരണകൂടം ഈ പുതിയ സംഭവങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വിദേശ നയങ്ങൾക്ക് മുൻപിൽ ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധ നീക്കങ്ങൾ വാഷിംഗ്ടണിൽ പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും മുൻ കരാറുകളും ലംഘിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ടു പോയാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ ആവർത്തിക്കുകയാണ്. മറുവശത്ത് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. വിദേശ നാവികസേനകളുടെയും ഉപഗ്രഹങ്ങളുടെയും ചാരക്കണ്ണുകളെ വെട്ടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പ്രത്യേക മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. ഈ സാഹചര്യം പശ്ചിമേഷ്യയിലെ മറ്റ് പ്രാദേശിക ശക്തിയായ ഇസ്രയേലിലും കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ ആണവ സാങ്കേതിക വിദ്യയിൽ പുരോഗതി കൈവരിക്കുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങളിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ നടത്താൻ അനുമതി തേടുന്നുണ്ട്. എന്നാൽ യുദ്ധത്തിന് ശേഷമുള്ള പ്രത്യേക സുരക്ഷാ പശ്ചാത്തലത്തിൽ വിദേശ ഇൻസ്പെക്ടർമാർക്ക് പൂർണ്ണമായി അനുമതി നൽകാൻ ഇറാൻ വിമുഖത കാണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സുതാര്യതയുടെ ഈ കുറവ് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇറാന്റെ നിലപാടുകളോടുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ആഗോള ഊർജ്ജ വിപണിയും ഈ സംഭവങ്ങളെ കടുത്ത ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള സൈനിക വിന്യാസങ്ങളും ആണവ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളും വീണ്ടും ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചാൽ അത് ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ ഈ അസ്ഥിരത വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാം. ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈ മേഖലയെ വൻതോതിൽ ആശ്രയിക്കുന്നതിനാൽ ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും ആഭ്യന്തര വിപണിയിൽ വലിയ പണപ്പെരുപ്പത്തിന് കാരണമാകും. യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞരും നിലവിലെ വെടിനിർത്തൽ ധാരണകൾ തകരാതിരിക്കാൻ തീവ്ര ശ്രമത്തിലാണ്. ഒമാൻ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇരു വിഭാഗത്തെയും പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്.
എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും വിശകലനങ്ങളും പുറത്തു വരുന്നതോടെ മാത്രമേ ഇറാന്റെ യഥാർത്ഥ ആണവ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത ലഭിക്കുകയുള്ളൂ. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ലോകം വീണ്ടും ഒരു വലിയ സൈനിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. തകർന്ന ആണവ നിലയങ്ങളിലെ പുതിയ ചലനങ്ങൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുനമ്പിലേക്ക് നയിക്കുകയാണ്. അമേരിക്കയുടെ കടുത്ത നിരീക്ഷണങ്ങൾക്കും ഉപരോധങ്ങൾക്കും മറുപടിയായി ഇറാൻ ഉയർത്തുന്ന ഈ പ്രതിരോധം എങ്ങോട്ട് തിരിയുമെന്നത് പ്രവചനാതീതമാണ്. നയതന്ത്രത്തിന്റെ പാതയിലൂടെ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാൻ ഇരുപക്ഷവും തയ്യാറായില്ലെങ്കിൽ ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ പുതിയ നിർമ്മാണങ്ങൾ വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമായി മാറിയേക്കാം.